ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കുന്നത് IRCTCയുടെ വാലറ്റിലേക്ക് എങ്ങനെ പൈസ ആഡ് ചെയ്യുക, ക്യാഷ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ IRCTCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കണം. ലെഫ്റ്റ് സൈഡിൽ ലോഗിൻ ഉണ്ട്, ലോഗിൻ ചെയ്യുക. യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. അതിലൊരു ക്യാപ്ച ഉണ്ടാകും, ക്യാപ്ച അവിടെ എൻ്റർ ചെയ്യണം. പിന്നെ നമ്മൾ മെയിൻലി ഈ വാലറ്റ് നമുക്ക് എപ്പോഴാണ് യൂസ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തൽക്കാൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോഴാണ്. തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ OTP വേറെ ഏതെങ്കിലും പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് OTP ഒക്കെ വരാൻ വേണ്ടിയിട്ട് നല്ല ടൈം എടുക്കാറുണ്ട്. അപ്പോൾ അത് ഒരു ആകെ 3 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ബുക്ക് ചെയ്ത് കിട്ടിയാലേ തൽക്കാൽ ടിക്കറ്റ് കൺഫേം ടിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിനൊരു മെനു എടുക്കുക. അതിൽ മെനുവിൽ ഈ IRCTC വാലറ്റ് ഉണ്ട്. IRCTC വാലറ്റിൽ ഡെപ്പോസിറ്റ് എടുക്കുക. ഡെപ്പോസിറ്റിനകത്ത് നമുക്ക് മിനിമം 100 രൂപയാണ് ഇടാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ എമൗണ്ട് കൊടുക്കുക, താഴെ കൺഫേം എമൗണ്ട് കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി ഇതിൽ ബാലൻസ് 327 ഉണ്ട്. നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം താഴെ പേയ്മെൻറ്റ് മെത്തേഡ് ചൂസ് ചെയ്യണം. UPI, നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ കാർഡ് വെച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കാർഡ് ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുന്നത്. കാർഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇതൊക്കെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ മെത്തേഡ്സാണ്. നമ്മൾ ICICI ഉപയോഗിക്കുന്നുണ്ട്. ICICI സെലക്ട് ചെയ്തു. ഇവിടെ കാർഡിൻ്റെ ടൈപ്പ് ഏതാണെന്ന് ചൂസ് ചെയ്യുക, എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. അതിൽ നമ്മൾ കാർഡ് ഹോൾഡർ നെയിം കൊടുക്കാം, എൻ്റെ കാർഡ് നമ്പറും വാലിഡിറ്റി CVV എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ ഈ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, സൈറ്റെല്ലാം ലോഡ് ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ പോകേണ്ട പ്ലേസ് എല്ലാം ചൂസ് ചെയ്ത് അതിൽ വെക്കുക. എന്നിട്ട് കറക്റ്റ് 11 മണിയാകുമ്പോൾ നമ്മുടെ SLM ആണെങ്കിൽ SLM ക്ലിക്ക് ചെയ്യുക. അങ്ങനെ അപ്പം അത് റീഫ്രഷ് ആയിട്ട് വരും. അങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം OTP എൻട്രി ചെയ്യാനുള്ള ഇത് വരും. OTP വരാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണ് വരിക. OTP എന്നിട്ട് OTP എൻട്രി കൊടുക്കുക. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് കൺഫർമേഷൻ ചെയ്യും. അതിനുശേഷം അത് സക്സസ് വന്നു, എമൗണ്ട് ഇത്ര ഡെപ്പോസിറ്റ് ചെയ്ത് വന്നു. നമ്മൾ മെനു എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും IRCTC എടുക്കുക. അതിൽ ഡെപ്പോസിറ്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ബാലൻസ് 477 നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് വാലറ്റിലേക്ക് നമ്മൾ പൈസ ആഡ് ചെയ്യുന്നത്. നമ്മൾ നെക്സ്റ്റ് പറയുന്നത് എങ്ങനെ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് തൽക്കാലം.